തിരികെ വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ രണ്ടാം ഘട്ട അന്വേഷണ റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഉന്നതരെ ചോദ്യം ചെയ്യാനുണ്ടെന്നും SIT കോടതിയെ അറിയിക്കും. അതേസമയം ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ N വാസുവിനെ പ്രതിപട്ടികയിൽ ചേർത്തു. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, സ്വർണ്ണ കവർച്ച കേസിലെ രണ്ടാം ഘട്ട അന്വേഷണ റിപ്പോർട്ടായിരിക്കും ഇന്ന് SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇത് രണ്ടാം ഘട്ടത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിലെത്തുക. അടച്ചിട്ട കോടതിയിൽ തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കുക എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം കോടതിയിൽ തന്നെ ഒരു ഇടക്കാല ഉത്തരവിനും സാധ്യതയുണ്ട്. 2 ദിവസം മുമ്പ് ചോദ്യം ചെയ്ത വാസുവിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഗൂഢാലോചന നടക്കുമ്പോൾ എല്ലാം അറിഞ്ഞിട്ടും അതിൽ തിരുത്തലുകൾ വരുത്താൻ വാസു തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സുധീഷ് കുമാറിന്റെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴേക്കും കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാസുവിനെ പ്രതിയായിക്കൊണ്ടുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉന്നതരിലേക്ക് ചോദ്യം ചെയ്യലും ഒപ്പം ഉന്നതരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം വാസുവിനെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ പങ്കുകൂടി വ്യക്തമാകുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉള്ളത്. ഇതിൽ 2019 കേസിലാണ് വാസുവിന്റെ ഇടപെടൽ ഉണ്ടായതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ മുരാരി ബാബു റിപ്പോർട്ട് തയ്യാറാക്കിയത് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. വാസു പറഞ്ഞനുസരിച്ചാണ് ചെമ്പ് പാളികൾ എന്ന് എഴുതി ചേർത്തതെന്ന് വ്യക്തമായ രേഖകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. സുധീഷ് കുമാറും അങ്ങനെ തന്നെയാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വാസുവിനെ ഇപ്പോൾ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസം ഇടക്കാല ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചപ്പോഴേക്കും ഒരു കേസ് കൂടി ചാർജ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അതായത് ശബരിമലയിൽ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഗൂഢാലോചനയെ കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തുവാൻ ഹൈക്കോടതി ഒരു സ്വമേധയാ കേസെടുത്തിരുന്നു. അതിന്മേലുമുള്ള ചില പരാമർശങ്ങൾ ഇന്ന് നൽകുന്ന റിപ്പോർട്ടിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷെ അതിലായിരിക്കാം ഈ ഉന്നതന്മാരുടെ പേർവിവരങ്ങൾ ഉണ്ടാവുക. പ്രത്യേക അന്വേഷണ സംഘം പ്രധാന തെളിവെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ ഈ സ്വർണം സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ തൂക്കവും അളവും ലഭ്യമാക്കിയിട്ടില്ല. അതായത് 1999 ഇത് സ്വർണം പൊതിയുമ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിയുമ്പോൾ ഉണ്ടായിരുന്ന തൂക്കം സംബന്ധിച്ചും അതിനുശേഷം 2019 ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന തൂക്കം സംബന്ധിച്ചുമൊക്കെ ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും കൂടി ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള ഒരു സ്വർണ്ണ മോഷണം നടന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഈ കൂടുതൽ സമയം കൂട്ടി ചോദിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത്. അത് ഇന്ന് ചോദിക്കാൻ സാധ്യത ഉണ്ടാകില്ല. ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിലായിരിക്കും അതിനുള്ളൊരു നടപടിക്രമങ്ങൾ നടത്തുക. ഇന്ന് രണ്ടാം ഘട്ട റിപ്പോർട്ട് നൽകുകയും അതിനുശേഷം കോടതിയുടെ ഒരു ഉത്തരവും ഉണ്ടാകും. കോടതിയുടെ ഉത്തരവ് ഉച്ചയോടുകൂടി മാത്രമേ പുറത്തിറങ്ങി വരികയുള്ളൂ. അതിനുശേഷം മാത്രമേ എന്തൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയായി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരം അറിയാൻ കഴിയുകയുള്ളൂ. കാർത്തു. ശരി, ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് രണ്ടാം ഘട്ട അന്വേഷണ റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. D ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്.